എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കറി എന്ന് പറയുന്നത് ഇറച്ചിയും എല്ലും കൂടെ ചേർത്തുള്ള ഒരു കറിയാണ്. ഇത് പണ്ടൊക്കെ അമ്മയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കറി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് കാലത്ത് അമ്മച്ചിമാരൊന്നും നമ്മളിപ്പോൾ മസാലകളൊക്കെ വഴറ്റി ചേർക്കുന്നത് പോലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല വെച്ചിരുന്നത്. എല്ലാ മസാലകളും കൂടെ ഒന്നിച്ച് ഇറച്ചിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുന്ന ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് മൺചട്ടിയിൽ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്തൊരു വ്യത്യാസമുള്ളൂ, ഞാൻ ഇതിനകത്ത് 2 സവോള ചേർക്കുന്നുണ്ട് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് ബീഫും അതിൻ്റെ എല്ലും കൂടെ കൂടി ആണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. 1/4 കിലോ ഇറച്ചിയുണ്ട്, പിന്നെ ഒരു 5-6 കഷ്ണം എല്ലും കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട മസാലകളെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഓരോ ടീസ്പൂൺ എടുക്കാം. പിന്നെ സവാള ഒരു 2 എണ്ണം സ്ലൈസ് ചെയ്ത് ഇതിനകത്തോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയ സവാളയായിരുന്നു, 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർക്കണം. ആദ്യമേ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു 2 ടീസ്പൂണ്, മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് നമുക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫുൾ തീയിലിട്ട് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് മൺചട്ടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ തീ കുറച്ചിടുക. കുറഞ്ഞ തീയിൽ കിടന്നുകൊണ്ട് ഇത് വേവണം. ഇനി ഇത് അടുപ്പിൽ ഒരുപാട് നേരം ഇരുന്ന് വേകുന്നു, ഗ്യാസ് ചിലവാകുന്നു എന്നൊക്കെ ഉള്ളവർക്ക് ഇത് കുക്കറിലിട്ട് വയ്ക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമിയതിന് ശേഷം കുക്കറിലിട്ട് 3 വിസിലടിക്കുക. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം കേട്ടോ, ഇറച്ചിയുടെ മൂപ്പനുസരിച്ചൊക്കെ. പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതുമൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1-2 വിസിലിനൊക്കെ മാറ്റം വരാം. ഇൻ കേസ് നിങ്ങൾ 3 വിസിലടിച്ച് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഇറച്ചി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, വീണ്ടും തുറന്നിട്ടേ വേവിക്കാവുള്ളൂ. വീണ്ടും കുക്കറിൽ നിങ്ങൾ വെയിറ്റ് ഇട്ട് വേവിക്കരുത്. കാരണം അത് ചിലപ്പോൾ വെന്ത് ഇറച്ചി ഭയങ്കര സോഫ്റ്റായി പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ ഇതിരുന്ന് ഇറച്ചി നന്നായിട്ട് വേകണം. വെന്തിട്ട് നന്നായിട്ടിരുന്ന് കുറുകിയെടുക്കണം. അപ്പോൾ കുറുകിയ ചാറോടുകൂടി ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കടുകും താളിച്ച് കറിയെടുത്ത് ചൂടോടുകൂടി പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ ഇത് കഴിക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പോൾ ഈ കറി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പല പ്രാവശ്യം നമ്മൾ ഈ കറി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തീ ഏറ്റവും കുറച്ചിട്ട് മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 1-2 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് പച്ച മസാലകളാണ്, അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു കറിയാണിത്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡ് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. പിന്നെ നമ്മൾ ഏത് മസാല ഇട്ട് എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഇറച്ചിയുടെ ടേസ്റ്റും കൂടെ വരും. ഇവിടെ നമുക്ക് ബീഫ് വളരെ ഫ്രഷായിട്ട് നല്ല ബീഫ് കിട്ടുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. ഇത് നല്ല ഇറച്ചിയും നല്ല എല്ലും ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കറി വെച്ചതും അതിന് നല്ല രുചിയുമുണ്ട്. അപ്പോൾ ഈ കറി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ മൺചട്ടിയിലിട്ട് വെക്കുന്നതും ഏറെ നേരം ഇരുന്ന് കുക്ക് ചെയ്തെടുക്കുന്ന എല്ല് കറിക്ക് ടേസ്റ്റ് കൂടുതൽ. നമുക്ക് ചോറിനായാലും കപ്പയ്ക്കായാലും പൊറോട്ടയ്ക്കായാലും ബ്രെഡിനായാലും എന്തിനു വേണേലും കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കടുക് താളിച്ചാണ് ചേർത്തിരിക്കുന്നത്. കടുക് താളിക്കുന്നതിന് പകരം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഗംഭീര കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.